എല്ലാവർക്കും നമസ്കാരം. വിസ PSC അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇന്ന് നടന്ന 10th പ്രിലിമിനറി 4ാം ഘട്ടം പരീക്ഷയുടെ അനാലിസിസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആനുകാലിക വിഭാഗത്തിൽ നിന്നും പ്രധാന ചോദ്യങ്ങൾ ഉൾപ്പെട്ട ഒരു പരീക്ഷയായിരുന്നു അല്ലേ PM ശ്രീ, CJP, അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതി, AI ഇമ്പാക്റ്റ് പദ്ധതി. ഇത്തരം ചോദ്യങ്ങളെല്ലാം ഇനി വരുന്ന പരീക്ഷകൾക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: പദ്ധതി വഴി 14,500-ലധികം വിദ്യാലയങ്ങളുടെ വികസനം ലക്ഷ്യമിടുന്നു. പ്രസ്താവന ശരിയാണ്. PM ശ്രീ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന നോക്കിക്കേ, 2023 ഈ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. തെറ്റാണ്. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതാണ് പദ്ധതിയുടെ പൂർണ്ണമായ രൂപം എന്നാണ് പറയുന്നത്. 1, 2, 4 എന്നീ പ്രസ്താവനകൾ ശരിയാണ്. ഓപ്ഷൻ A ആണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. താഴെ പറയുന്നവയിൽ 2026 പത്മ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടാത്ത മലയാളി ആര് എന്നതാണ്. ഉൾപ്പെടാത്ത മലയാളി MT വാസുദേവൻ നായർ എന്നുള്ളതാണ് ഉത്തരം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? നമുക്കെല്ലാവർക്കും അറിയാം, മുൻവർഷ ചോദ്യങ്ങളെ ആധാരമാക്കിയാൽ എളുപ്പത്തിൽ ലഭിക്കാവുന്ന ഒരു ഉത്തരമാണ് വൈകുണ്ഠ സ്വാമികൾ. സ്ത്രീകളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? പദ്ധതി പ്രകാരം 1000 രൂപ പ്രതിമാസ ധനസഹായം ശരിയാണ്. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ സ്ത്രീകളും ട്രാൻസ് വുമണും ഗുണഭോക്താക്കൾ. രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. സംസ്ഥാനത്ത് സ്ഥിര താമസമാക്കിയവർക്ക് മാത്രം ആനുകൂല്യം. മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഇതെല്ലാം അതിൽ എടുത്തു പറയുന്നുണ്ട്. 2026 ഫെബ്രുവരിയിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ശരിയാണ്. അപ്പോൾ 4 പ്രസ്താവനകളും ശരിയായതുകൊണ്ട് ഇതിൽ തെറ്റായ പ്രസ്താവന ഇല്ല എന്നതാണ്. ഓപ്ഷൻ D ആണ് ഉത്തരം. താഴെ പറയുന്നവരിൽ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികൾ ആരെല്ലാം? ഇന്ത്യൻ സിനിമാ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. 2 മലയാളികൾക്കാണ് ലഭിച്ചത്, അടൂർ ഗോപാലകൃഷ്ണനും മോഹൻലാലും. അപ്പോൾ മോഹൻലാലിന് ലഭിക്കുന്നതുവരെ നമ്മൾ പഠിച്ചത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ഏക മലയാളി എന്ന് പറഞ്ഞിട്ടാണ് അടൂരിനെ. അപ്പോൾ നമുക്ക് രണ്ടാമതൊരു മലയാളി കൂടി ലഭിച്ചു, മോഹൻലാലാണ്. ഓപ്ഷൻ 2, 4 എന്നിവ വരുന്നത് ഓപ്ഷൻ D ആണ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ നാമം VBG റാംജി. എന്താ? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. ഓപ്ഷൻ C ആണ്. വികസിത് ഭാരത് ഗ്യാരണ്ടി എന്നതാണ് G അല്ലേ. അസമിൽ വെച്ച് നടന്ന 79-ാം സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കളായ ടീം. അസമിൽ വെച്ച് നടന്ന 79-ാം സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കളായ ടീം. മുൻഘട്ടങ്ങളിൽ നിന്നും നമുക്ക് കിട്ടാവുന്ന എളുപ്പത്തിലുള്ളൊരു മാർക്കായിരുന്നു അല്ലേ. ഓപ്ഷൻ D സർവീസസ് ആണ്. 2026 10th പ്രിലിമിനറി പരീക്ഷയിൽ 1ഉം 2ഉം ഘട്ടങ്ങളിൽ വന്ന ചോദ്യങ്ങളിൽ നിന്നും അതേ ചോദ്യങ്ങൾ, അതുപോലെ തന്നെ അതുമായി കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പോയിന്റുകളും ഇത്തവണ ചോദ്യങ്ങളായിട്ട് നമുക്ക് മുന്നിലെത്തിയിട്ടുണ്ട്. നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മാനുഷ സോദരന്മാർ? ഇക്കാലത്ത് 20-ാം നൂറ്റാണ്ടിലും ഇതു നീക്കാറായില്ലല്ലോ യോഗപ്പെണ്ണേ. ആരാണ് പാടിയത്? പണ്ഡിറ്റ് കറുപ്പനാണല്ലേ. 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്. 2025 പുരസ്കാരങ്ങളും ജേതാക്കളും എടുത്തു ചോദിച്ചു അല്ലേ. നോക്കിക്കേ, നമ്മളോട് ചോദിച്ചത് പത്മ പുരസ്കാരം, അതുപോലെ തന്നെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം, ജ്ഞാനപീഠ പുരസ്കാരം, കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം. അപ്പോൾ പുരസ്കാരങ്ങളും ജേതാക്കളും എന്ന ഭാഗത്തിൽ നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വന്ന ഒരു പരീക്ഷ. 2026 ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഡൽഹിയാണ്. അപ്പോൾ 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് R വൈരമുത്തു. 2026 ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഡൽഹി. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെ? ഉത്തർപ്രദേശ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നു. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുമായി ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നു.
ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം ഇന്ന് ഉത്തർപ്രദേശിനെ വിശേഷിപ്പിക്കുന്നു. ഈ 3 പ്രസ്താവനകളും എന്താണ്? ശരി എന്നുള്ളതാണ്. 1, 2, 3. താഴെ തന്നിരിക്കുന്നവയിൽ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നു. സുവർണ ചതുഷ്കോണം ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. സുവർണ ചതുഷ്കോണം കഴിഞ്ഞ ഘട്ടങ്ങളിലും എടുത്തു ചോദിച്ചിരുന്നു. കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്തറുമായി ബന്ധിപ്പിക്കുന്നു. ഈ 3 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. 1, 2, 3 ശരിയാണ്. രാജസ്ഥാനിലുള്ള പ്രധാനപ്പെട്ട ഉപ്പ് തടാകം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാമ്പാറിൽ ഉപ്പുണ്ട്. സാമ്പാറിൽ ഉപ്പുണ്ട് അല്ലേ? അപ്പോൾ രാജസ്ഥാനിലാണ് സാംബർ തടാകം. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഭിലായ് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. ഭിലായ് ഛത്തീസ്ഗഡിലാണ്. ഭൂമിശാസ്ത്രപരമായി ഥാർ മരുഭൂമിയെ 2 പ്രധാന വിഭാഗങ്ങളായി തിരിക്കാം. ജിയോഗ്രഫിയിൽ നിന്നും കുറച്ച് സ്റ്റാൻഡേർഡ് ചോദ്യങ്ങൾ തന്നെയാണ് എപ്പോഴും വരുന്നത് അല്ലേ? കഴിഞ്ഞ പ്രിലിമിനറി പരീക്ഷകൾക്കെല്ലാം അത്യാവശ്യം നിലവാരം പുലർത്തിയ ജിയോഗ്രഫി ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ഇതിലത്ര നമ്മളിത് ബാധിച്ചിട്ടില്ല. നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു. മരുസ്ഥലി, രാജസ്ഥാൻ ബാഗർ എന്നിവയായിരുന്നു 2 പ്രധാന വിഭാഗങ്ങൾ. കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീര സമതല ഭാഗം ഏതാണ്? കോറമാൻഡൽ തീരമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനവിഭാഗം ഏതാണ്? ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. ഇന്ത്യയിലെ സെൻട്രൽ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ CST ആണല്ലേ. ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ പരിപാടി സംപ്രേഷണം ചെയ്ത വർഷം 1923. ഭൗമ താപോർജ നിലയമായ മണികരൺ ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ രാംനാഥ് കോവിന്ദ്. പ്ലാനിംഗ് കമ്മീഷന് പകരമുള്ള പുതിയ സംവിധാനമായ നീതി ആയോഗിലെ നീതി മുൻവർഷ ചോദ്യങ്ങളാണ്. പ്രാധാന്യം വീണ്ടും വീണ്ടും മുൻവർഷ ചോദ്യങ്ങൾക്ക് തന്നെയാണ് അല്ലേ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. 2026 ബ്രിക്സ് അധ്യക്ഷതയ്ക്കായി ഇന്ത്യ പുറത്തിറക്കിയ ലോഗോ ഏത് ദേശീയ ചിഹ്നത്തിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത്? ഓപ്ഷൻ സി താമര. ഇന്ത്യ USA ബന്ധത്തെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ ചുവടെ ചേർക്കുന്നു. ഈ പ്രസ്താവനകളിൽ ശരിയേത്? 1954 പാകിസ്ഥാൻ പ്രധാന അംഗമായി US സീറ്റോ, സെൻഡോ എന്നീ സൈനിക സംഘടനകൾ രൂപീകരിച്ചപ്പോൾ ഇന്ത്യ US ബന്ധത്തിന് വലിയ തിരിച്ചടി നേരിട്ടു. അമേരിക്കയുമായുള്ള സാമ്പത്തിക ബന്ധം വികസിപ്പിക്കാൻ സഹായിക്കുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യ ആരംഭിക്കുന്നു. ശീതയുദ്ധ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ വിസമ്മതിച്ച നെഹ്റു വിദേശ നയത്തിലും ബന്ധങ്ങളിലും ഇന്ത്യക്ക് ആവശ്യമായ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുക എന്ന ലക്ഷ്യത്തോടെ ചേരിചേരാ നയം സ്വീകരിച്ചു. 3 പ്രസ്താവനകളും എന്താണ്? നോക്കിക്കേ, ഇവ 3 പ്രസ്താവനകൾ എയും ബിയും സിയും ശരിയാണ്. ഉത്തരം എ ആണ്. ABC. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. കഴിഞ്ഞ 3 ഘട്ടങ്ങളിലും ഈ ചേർത്ത് 4 ഘട്ടങ്ങളിലും പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാവുന്ന ഒരു ചോദ്യമാണ് ഫസൽ അലി കമ്മീഷൻ. അടുത്ത ഘട്ടങ്ങളിലുള്ളവരും നോക്കി വെച്ചോളൂ. ഫസൽ അലി കമ്മീഷൻ. 2026 ബ്രിക്സ് ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിക്കുന്ന രാജ്യം അല്ലേ? ഇന്ത്യയാണ്. ഓക്കെ, ഇപ്പോൾ പ്രധാനപ്പെട്ട വേദികൾ നിങ്ങൾ നോക്കി വയ്ക്കണം. ഉച്ചകോടികൾ നോക്കി വയ്ക്കണം, വേദികൾ നോക്കി വയ്ക്കണം. ബ്രിക്സ് ഉച്ചകോടി അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വിനോബ ഭാവെ ആരംഭിച്ച ഭൂരഹിതരായ കർഷകർക്ക് ഭൂമി വിതരണം ചെയ്യുക എന്ന ലക്ഷ്യമിട്ട സാമൂഹിക മുന്നേറ്റം ഏതാണ്? ഭൂദാൻ പ്രസ്ഥാനമാണ്. 1916 പ്രസിദ്ധമായ ലക്നൗ ഉടമ്പടി. ലക്നൗ 1916 അല്ലേ? ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സജീവമാകുന്നതിന് മുൻപുള്ളതാണെന്ന് ഓർത്തു വെച്ചാൽ മതി. ബാലഗംഗാധര തിലകും മുഹമ്മദ് അലി ജിന്നയും അല്ലേ? ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിനെയും പ്രതിനിധീകരിച്ചുകൊണ്ട് മുഹമ്മദ് അലി ജിന്ന. അതുപോലെ തന്നെ ബാലഗംഗാധര തിലക, 2 പേരും നിങ്ങൾ ഓർത്തു വയ്ക്കണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്?
ശരിയായ പ്രസ്താവന നോക്കിക്കേ, ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം തന്നെ ജമ്മു കാശ്മീർ എന്ത് ചെയ്തു? ഇന്ത്യയുടെ ഭാഗമായി മാറി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുരക്ഷിതമായ റോഡ് യാത്രയ്ക്കുള്ള അവകാശം അംഗീകരിച്ചത്? ആർട്ടിക്കിൾ 21. ഓപ്പറേഷൻ തൂഫാൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മയക്കുമരുന്ന് അല്ലേ? ഓപ്പറേഷൻ തൂഫാൻ 4 ഘട്ടങ്ങളിലും പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാവുന്ന ചോദ്യം തന്നെയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നാണ് ദേശീയ ഗീതം എടുത്തത്? ആനന്ദമഠം. 2006 റിസർവ് ബാങ്ക് 5 രൂപ നാണയം ഇറക്കിയത് ആരുടെ സ്മരണാർത്ഥമാണ്? ശ്രീനാരായണ ഗുരു. ആരുടേതാണ്? ശ്രീനാരായണ ഗുരു. നമ്മളിൽ പലരും ആ പൈസയൊക്കെ കണ്ട ആൾക്കാരാണല്ലേ. ഡോക്ടർ അയ്യത്താർ ഗോപാലനാണ്. അദ്ദേഹത്തെ കേരളത്തിന്റെ രാജാ റാം മോഹൻ റായ് എന്ന് വിളിച്ചത് ആരാണ്? അപ്പോൾ അയ്യനാർ എന്നാണ് ചോദ്യത്തിൽ. യഥാർത്ഥത്തിൽ എന്താണ്? അയ്യത്താർ എന്നാണ് വേണ്ടത്. കേരളത്തിന്റെ രാജാ റാം മോഹൻ റായ് എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഏത് വർഷമാണ് പിംഗലി വെങ്കയ്യ ദേശീയ പതാകയുടെ മാതൃക ഗാന്ധിജിക്ക് സമർപ്പിച്ചത്? ഏത് വർഷമാണ്? 1921 ഗാന്ധിജിയുടെ വിജയവാഡ സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ടാണ് പിംഗലി വെങ്കയ്യ ഇത് അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത്. ഓക്കെ, തുടക്കത്തിൽ പച്ചയും ചുവപ്പുമാണ് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഹിന്ദു മുസ്ലിം ഐക്യം. അപ്പോൾ മറ്റു സമുദായങ്ങളെ കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടി ഗാന്ധി അതിൽ വെളുത്ത നിറം കൊണ്ടുവരാൻ നിർദ്ദേശിക്കുകയുണ്ടായി. അതൊക്കെ ഒരു കഥയാണ്, ഓർത്തു വയ്ക്കുക. ദേശീയ പതാകയിലെ അശോക ചക്രത്തിൻ്റെ നിറം നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂ, നാവിക നീല. ഓക്കെ, ദേശീയ ഗാനം പാടുന്നത് ഏത് രാഗത്തിലാണ്? സ്ഥിരം ചോദ്യമാണ്, മുൻവർഷ ചോദ്യമാണ്. ശങ്കരാഭരണം. നിലവിലെ കേരള നിയമസഭയിലെ വനിതാ MLA-മാരുടെ എണ്ണം കഴിഞ്ഞ 3 ഘട്ടങ്ങളിലും PSC എടുത്ത് ചോദിച്ചിരുന്നു. 16ാം കേരള നിയമസഭ. അപ്പോൾ 11 വനിതാ MLA-മാരും 2 വനിതാ മന്ത്രിമാരുമാണ് ഉള്ളത്. ഓർത്തു വയ്ക്കുക, 11 വനിതാ MLA-മാർ, മന്ത്രിമാരും വകുപ്പുകളും അതുപോലെ തന്നെ MLA-മാരുടെ എണ്ണം ഇതിൽ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കണം. ഓരോ പദവി നോക്കി വയ്ക്കണം. ഇതെല്ലാം സ്ഥിരമായി PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ആനുകാലികങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ കേരള നിയമസഭയ്ക്ക് കൂടെ പ്രാധാന്യം കൊടുക്കുക. മന്ത്രിസഭയിലെ അംഗങ്ങൾ ഒക്കെ നമ്മൾ നോക്കി വയ്ക്കണം. SIR താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടതാണ് SIR അല്ലെ. അംഗനവാടി ടീച്ചർമാർക്കൊക്കെ ഡ്യൂട്ടി അസൈൻ ചെയ്ത സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ SIR വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടതാണ്. കോക്രോച്ച് ജനതാ പാർട്ടി CJP-യിലെ തീയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. 2026 മെയ് 16 CJP. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന പറഞ്ഞേ. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി പെരിയാർ നദിയുടെ തീരത്താണ്. ശരിയാണ്, കാലടി പെരിയാർ നദിയുടെ തീരത്ത്. ആറന്മുള, ചെങ്ങന്നൂർ, മാരാമൺ, എടത്തുവ തുടങ്ങിയ. തെറ്റാണല്ലേ. നമുക്കറിയാം പമ്പ നദിയുടെ തീരത്താണ് ഇവയെല്ലാം. പ്രശസ്തമായ ശിവരാത്രി ഉത്സവം നടക്കുന്ന ആലുവ പെരിയാറിൻ്റെ തീരത്താണ്. ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. നമ്മളോട് ചോദിച്ചതും ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ്. 1, 3 എന്നിവ ശരി. 1, 3 എന്നിവ ശരി. ഓപ്ഷൻ C 1 and 3. താഴെ തന്നിരിക്കുന്നവയിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതെല്ലാമാണ്? കബനി, ഭവാനി, പാമ്പാർ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകം കേരളത്തിലെ പ്രസിദ്ധമായ ശുദ്ധജല തടാകമാണ്. ആയിക്കോട്ടെ. ശാസ്താംകോട്ട തടാകത്തിന്റെ തീരത്ത് പ്രശസ്തമായ ശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ആയിക്കോട്ടെ. മാമാങ്കം നടക്കുന്ന തിരുനാവായ ശാസ്താംകോട്ട തടാകത്തിന്റെ തീരത്താണ്. തെറ്റാണ്, ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കം. തിരുനാവായ നിള. അപ്പോൾ 1ഉം 2ഉം ശരി. ഓപ്ഷൻ A. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. അപ്പോൾ ഇടുക്കി ഒരു മിടുക്കിയാണ്. 3 ഘട്ടത്തിലും വന്ന മിടുക്കിയാണ് അവൾ. അപ്പോൾ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. ശരിയാണ്. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ഏറ്റവും ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. അപ്പോൾ ഏറ്റവും വലുത് ഇടുക്കിയാണവൾ. പെരിയാർ നദിക്ക് കുറുകെ ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ അണക്കെട്ടുകൾ ചേർന്നാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി പ്രവർത്തിക്കുന്നത്. ശരി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭൂഗർഭ പവർ ഹൗസ് മൂലമറ്റത്താണ്. വളരെ വളരെ ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം 3ഉം ശരിയാണ്. എല്ലാം ശരിയാണ്.
കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണെന്ന് തിരിച്ചറിയുക അല്ലേ? ഷാനിമോൾ ഉസ്മാൻ. ഓക്കെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാണ്. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാണ്. പ്രോട്ടേം സ്പീക്കർ ആരാണെന്നൊന്ന് കമന്റ് ചെയ്തേ. കേരളത്തിലെ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? റോജി എം ജോൺ. താഴെ തന്നിരിക്കുന്നവരിൽ അരയ സമാജ സ്ഥാപകൻ ആരെന്ന് കണ്ടെത്തുക. അരയ സമാജ സ്ഥാപകൻ പണ്ഡിറ്റ് KP കറുപ്പൻ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന ഉന്നത കായിക ബഹുമതി ഏതെന്ന് കണ്ടെത്തുക. മുൻഘട്ടങ്ങളുടെ അനാലിസിസ് ചെയ്തവർക്ക് മനസ്സിലാകും ഉത്തരം എന്താണ്. GV രാജ പുരസ്കാരം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. നെയ്യാർ വനമേഖലയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ അഗസ്ത്യാർകൂടം. അത് തെറ്റാണ്. ഇക്കോ ടൂറിസം കേന്ദ്രമായ നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് പ്രവർത്തിക്കുന്നത്. 1ഉം 3ഉം ശരിയാണ്. രണ്ടാമത്തേത് തെറ്റാണ്. ശരിയായ പ്രസ്താവനയാണ് നമ്മളുടെ ചോദ്യം. 1ഉം 3ഉം ഓപ്ഷൻ സി ആണ്. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടത് കല്ലുമല സമരം സംഘടിപ്പിച്ചു, ശരിയാണ്. സാധുജന പരിപാലന യോഗം സംഘടിപ്പിച്ചു, അതും ശരിയാണ്. 2ഉം 3ഉമാണ് ശരി, ഓപ്ഷൻ ബി. സാമൂഹ്യ പരിഷ്കർത്താവായ VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് VTയുടെ പ്രശസ്തമായ നാടകമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന പേരിൽ നാടകം പ്രസിദ്ധീകരിച്ചു. സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയെയും ചെറുത്തു. 1, 2 എന്നിവ ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന നോക്കിക്കേ. 1846 കോട്ടയത്ത് മാന്നാനത്തൊരു സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചു. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. 1ഉം 2ഉം ശരി, ഓപ്ഷൻ എ ആണ്. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1947 മുതൽ 48 മാർച്ച് വരെ നടന്ന പാലിയം സത്യാഗ്രഹം അയിത്തോച്ചാടനത്തിനെതിരെ നടന്ന പ്രക്ഷോഭമായിരുന്നു, ശരി. കൊച്ചിയിലെ മുൻമന്ത്രി മുഖ്യനായിരുന്ന പാലിയത്തച്ഛൻ്റെ ചേന്നമംഗലത്തുള്ള വീടിന് മുന്നിലുള്ള റോഡിൽ കൂടി നടക്കാനുള്ള അവർണരുടെ ശ്രമങ്ങൾ സംഘർഷത്തിലേക്ക് നയിച്ചു, ശരി. സത്യാഗ്രഹികളിൽ ഒരാളായ AG വേലായുധൻ്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു. 1, 2, 3 എല്ലാം ശരിയാണ്, ഓപ്ഷൻ ഡി. പ്രാചീന മലയാളം മുൻവർഷ ചോദ്യങ്ങളുടെ തട്ട് താണു തന്നെ ഇരിക്കും അല്ലേ? ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. നമ്മൾ പാടി നടന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ശ്രീധർമ്മ സമത്വ സമാജം സ്ഥാപിച്ചു എന്ന പ്രസ്താവന തെറ്റാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വചനമാണ്. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, നവമഞ്ജരി, ശിവശതകം തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ്. 2, 3 ശരി, ഓപ്ഷൻ ബി. 2 and 3. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. സി കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ് എന്നിവരുടെ നേതൃത്വത്തിൽ അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. ശ്രീമൂലം പ്രജാസഭയിലേക്ക് സ്വത്തടിസ്ഥാനത്തിനു പകരം ജനസംഖ്യാടിസ്ഥാനത്തിൽ വോട്ടവകാശം ആവശ്യപ്പെട്ടായിരുന്നു സമരം സംഘടിപ്പിച്ചത്. ഉത്തരവാദ ഭരണം നേടുന്നതിനായി പട്ടം A താണുപിള്ള ആദ്യ പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. 4 പ്രസ്താവനകൾ അല്ലേ? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണോ? 1, 2, 3 ക്ഷമിക്കണം, 3 പ്രസ്താവനകൾ. 1, 2, 3 എല്ലാം ശരിയാണ്. അപ്പോൾ 3 എല്ലാം ശരിയാണ്. 1, 2 and 3. ഓക്കെ. അപ്പോൾ 56ാമത്തെ ചോദ്യത്തിന് ഉത്തരം എല്ലാം ശരിയാണ്. ഒരു ചെറിയ തിരുത്തുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഗോപാലൻ എന്ന് പറയുന്ന പേര്, അതൊന്ന് ഓർത്ത് വെക്കണമേ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു അത്. നിർബന്ധമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. ക്ഷമിക്കണം, വേലായുധൻ, ഗോപാലനല്ല വേലായുധൻ. സത്യാഗ്രഹികളിൽ ഒരാളായ AG വേലായുധൻ്റെ ആ പ്രസ്താവന തെറ്റാണ് കേട്ടോ. അപ്പോൾ 1ഉം 2ഉം ആണ് വരിക. ഓപ്ഷൻ എ 1, 2 എന്നിവയാണ് അതിൽ ശരിയായിട്ട് വരിക. ഓക്കെ. അപ്പോൾ നമ്മൾ തിരിച്ചു വരികയാണ് ചോദ്യത്തിലേക്ക്. 57ാമത്തെ ചോദ്യം. കണ്ണൂരിൽ നിന്നും മദ്രാസ് വരെ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്? കണ്ണൂർ അല്ലേ? AKG ആണ്, AK ഗോപാലൻ. പട്ടിണി ജാഥ. 1936 തൃശ്ശൂർ പട്ടണത്തിലെ വൈദ്യുതി വിതരണം സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ച ദിവാൻ ആരാണ്? ഷൺമുഖം ചെട്ടി.
മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനും ഭൂപ്രഭുത്വത്തിനും എതിരായി മലബാറിൽ കലാപം നടന്നു. ശരിയാണ്. 90 മാപ്പിള കലാപകാരികളിൽ 61 പേർ തൃശ്ശൂരിൽ എന്നാണ്. നമുക്ക് എന്താണ് വേണ്ടത്? തിരൂരിൽ നിന്നാണ്. അപ്പോൾ തന്നെ അത് തെറ്റായില്ലേ? ഇപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ദാരുണ സംഭവമാണ് വാഗൺ ദുരന്തം. ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം ശരി. ഏതാണ്? 1ഉം 3ഉം ശരി. ഓപ്ഷൻ ബി ആണ്. കേരളത്തിൽ മയക്കുമരുന്നിന്റെ വേരറക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് 2026 ജൂൺ 1 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി ഏതാണെന്ന് കണ്ടെത്തുക. തീയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഓപ്പറേഷൻ തുഫാൻ. ഓപ്ഷൻ ഡി. മനുഷ്യ മസ്തിഷ്കം നാഡീവ്യൂഹത്തിന്റെ പ്രധാന അവയവമാണ്. ഇത് ശരീരത്തിന്റെ മുഴുവൻ നിയന്ത്രണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. മസ്തിഷ്കത്തെയും സുഷ്മന നാഡിയെയും പൊതിഞ്ഞു സംരക്ഷിക്കുന്ന പാളി ഏതാണ്? മെനിഞ്ചസ്. ഓക്കെ, മെനിഞ്ചസ്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ദ്രവത്താൽ നിറഞ്ഞിരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഹൃദയം ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ അടങ്ങിയ ശുദ്ധരക്തം എത്തിക്കുകയും തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ അശുദ്ധരക്തം ശ്വാസകോശത്തിലെത്തിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം വഹിച്ചു കൊണ്ടുപോകുന്ന രക്തക്കുഴൽ ഏതാണവ? ധമനികൾ. കുട്ടികളിൽ റിക്കറ്റ്സ് ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ കുറവ് മൂലമാണ്? വിറ്റാമിൻ ഡി. ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ ഘടകങ്ങളെ പൊതുവായി വിളിക്കുന്ന പേരെന്താണ്? കാർസിനോജനുകൾ. കാർസിനോജനുകൾ. ഓപ്ഷൻ ഡി. ഒരു മരം നടുമ്പോൾ ഒരു ജീവനാണ് ജനിക്കുന്നത്. എന്നാൽ വനങ്ങൾ നശിപ്പിക്കുമ്പോൾ ഒരു സംസ്കാരമാണ് ഇല്ലാതാകുന്നത്. വനനശീകരണം മൂലം അന്തരീക്ഷത്തിൽ ഏത് വാതകത്തിന്റെ അളവാണ് വർദ്ധിക്കുന്നത്? ഏത് വാതകമാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓപ്ഷൻ ബി. കടൽ തീരങ്ങളിലും ഉപ്പുരസമുള്ള ജലാശയങ്ങൾക്ക് സമീപവും വളരുന്ന വനങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? കണ്ടൽ വനങ്ങൾ. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പ്രദേശത്തെ പ്രാഥമിക ഉത്പാദകർ? പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ്. പ്രൊഡ്യൂസർ അല്ലേ? പ്രൈമറി പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കരുത്, ഹരിത സസ്യങ്ങളാണ്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന പ്രധാന വില്ലൻ ക്ലോറോ ഫ്ലൂറോ കാർബൺ. ജന്മനായുള്ള ഹൃദയവൈകല്യങ്ങളാലും ജനിതക രോഗങ്ങളാലും മറ്റു ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പൂർണ്ണ സൗജന്യ ചികിത്സ ലഭിക്കുന്ന പദ്ധതി ഏത് എന്നാണ്? അനുവദിക്കുന്ന പദ്ധതി ഏതാണ്? താലോലം. മുൻവർഷ ചോദ്യം തന്നെയാണത്. സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജ്ഞി. ഒറ്റ വാക്കേ വേണ്ടുള്ളൂ, സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജ്ഞി. അപ്പോൾ ഉത്തരം കിട്ടും. എന്താണ്? ഏലക്ക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ദ്രവ്യമാനം എല്ലായിടത്തും ശരിയാണ് അല്ലേ? ദ്രവ്യമാനം എല്ലായിടത്തും എന്താണ്? സ്ഥിരമാണ്. ആ പ്രസ്താവന ശരിയാണ്. അതുപോലെ തന്നെ ഭാരം സ്ഥലത്തിനനുസരിച്ച് മാറുന്നു. അപ്പോൾ ദ്രവ്യം സ്ഥിരമാണെങ്കിൽ ഭാരം എന്താണ്? ദ്രവ്യമാനം സ്ഥിരമാണെങ്കിൽ ഭാരം എന്താണ്? മാറും. അതിലൊരു സംശയവും വേണ്ട. അപ്പോൾ ചന്ദ്രനിൽ ഒരു വസ്തുവിൻ്റെ ദ്രവ്യമാനം കുറയുന്നു. അപ്പോൾ ആ പ്രസ്താവന തെറ്റല്ലേ? കാരണം ദ്രവ്യം എല്ലായിടത്തും സ്ഥിരമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ചന്ദ്രനിൽ ദ്രവ്യമാനം കുറയുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവോ? എല്ലായിടത്തും സ്ഥിരമല്ല വേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ചന്ദ്രനിൽ ഒരു വസ്തുവിൻ്റെ ഭാരം കുറയുന്നു. അപ്പോൾ ദ്രവ്യമാനം മാസിനൊന്നും സംഭവിക്കുന്നില്ല, ഭാരത്തിനാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ദ്രവ്യമാനം എല്ലായിടത്തും സ്ഥിരമാണ്, ഭാരം സ്ഥലത്തിനനുസരിച്ച് മാറുന്നു. ചന്ദ്രനിൽ ഒരു വസ്തുവിൻ്റെ ഭാരം കുറയുന്നു. ഓപ്ഷൻ ബി 1, 2, 4 മാത്രം ശരി. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഏതാണ് ഐസോടോപ്പുകൾ? ടോപ്പ് അല്ലേ? അപ്പം എന്താണ് ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ? നോക്കിക്കേ, ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുള്ള ആൾക്കാരാണ് ആര്? ഐസോടോപ്പ് അല്ലേ? അപ്പോൾ ആരാണത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ. ഒരു ഫ്യൂസ് വയറിന് ഉണ്ടായിരിക്കേണ്ട ഗുണം എന്താണ്? ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കം. എങ്കിലേ അത് വേഗം പൊട്ടിപ്പോവുള്ളൂ, അല്ലെങ്കിൽ എന്താണ് വലിയ അപകടമൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറഞ്ഞ ദ്രവണാങ്കമാണ് വേണ്ടത് ഒരു ഫ്യൂസ് വയറിന് വേണ്ടത്. കുറഞ്ഞ ദ്രവണാങ്കം. ഓക്കെ. തുരുമ്പ് പ്രധാനമായും അയൺ ഓക്സൈഡാണ്. താഴെ തന്നിരിക്കുന്നതിൽ താപശോഷക പ്രവർത്തനം ഏതാണ്? പ്രകാശ സംശ്ലേഷണം. ഭൂമിയെ ചുറ്റി ഭ്രമണം ചെയ്യുന്ന ബഹിരാകാശ നൗകയിലെ യാത്രികർക്ക് ഭാരമില്ലാത്ത അവസ്ഥ അനുഭവപ്പെടുന്നു. കാരണം എന്താണ്? നൗകയും യാത്രികരും ഒരുമിച്ച് സ്വാതന്ത്ര്യ പതനത്തിലാണ്.
ഭൂമിയിൽ അന്തരീക്ഷമില്ലായിരുന്നുവെങ്കിൽ, അല്ലേ, ദൈവമില്ലായിരുന്നുവെങ്കിലോ എന്ന് പറയുന്ന പോലെ ഭൂമിയിൽ അന്തരീക്ഷമില്ലായിരുന്നുവെങ്കിൽ പകൽ സമയത്ത് ആകാശം കറുപ്പാണ്. ജലത്തിൽ മുങ്ങിയ നാണയം ഉയരത്തിൽ കാണപ്പെടുന്നത് എന്താണ്? അപവർത്തനമാണ്. ഇടിമിന്നലുള്ള സമയത്ത് മിന്നൽ ആദ്യം കാണുകയും ഇടിയുടെ ശബ്ദം പിന്നീട് കേൾക്കുകയും ചെയ്യുന്നതിനുള്ള കാരണം പ്രകാശത്തിന്റെ വേഗത ശബ്ദത്തേക്കാൾ വളരെ കൂടുതലാണ്, അല്ലേ? അതുകൊണ്ടാണ് പ്രകാശത്തിന്റെ വേഗത ശബ്ദത്തേക്കാൾ വളരെ കൂടുതലാണ് എന്നോർക്കണം. താഴെ പറയുന്നവയിൽ ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് ആരാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ, ബാക്കിയൊക്കെ ആസിഡുകളല്ലേ. സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനാണ് ഉത്തരം. അപ്പോൾ നമ്മൾ 80 GK ചോദ്യങ്ങളാണ് നോക്കിപ്പോയത്. ആ 80 GK ചോദ്യങ്ങളിൽ ആനുകാലിക വിവരങ്ങൾ കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ചിരുന്ന അതേ ഒരു ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയായിരുന്നു. മന്ത്രിസഭയ്ക്ക് പ്രാധാന്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ റീസെൻ്റായി നടക്കുന്ന പദ്ധതികൾ, അല്ലേ, അതിൻ്റെ വേദികൾ, പുരസ്കാരങ്ങൾ, ഇവയെല്ലാം ഒരു ക്ലീഷേ ടൈപ്പായിട്ട് തന്നെ വന്നു. പിന്നെ വ്യത്യസ്തമായിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് CGP ആയിരിക്കും, അല്ലേ. CGP, PM ശ്രീ പദ്ധതിയൊക്കെ കുറച്ചുകൂടെ ആലോചിച്ച് മാത്രം ഉത്തരം എഴുതേണ്ടവയാണ്. അതുപോലെ തന്നെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ, അപ്പോൾ അവയൊക്കെ കുറച്ച് ചിന്തിക്കാൻ രീതിയിലേക്കായിരുന്നു. ബാക്കി എല്ലാ ചോദ്യങ്ങളും ആ എക്സാം ഹാളിനകത്തിരുന്ന് നോക്കുമ്പോൾ എല്ലാം എളുപ്പമായിരുന്നു, അല്ലേ. നമ്മളെ വെഡ്ഡിയാക്കുകയാണോ എന്നൊരു സംശയം തന്നെ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലായിരുന്നു ചോദ്യങ്ങൾ. പക്ഷെ പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് ആ ചോദ്യങ്ങളുടെ ആ ആയാസത്തിൽ നമ്മളിങ്ങനെ ഒഴുകി വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ വലിയൊരു ഗർത്തത്തിലേക്ക് വീണു പോയിട്ടുണ്ടാവും. ആ ഗർത്തത്തിൻ്റെ പേരാണ് നെഗറ്റീവ് മാർക്ക്, അല്ലേ. അപ്പോൾ എക്സാം ഹാളിൽ നിന്നും പുറത്തിറങ്ങി വീട്ടിലെത്തി നോക്കുന്ന സമയത്ത് അയ്യോ ഒരുപാട് നെഗറ്റീവ് വന്നല്ലോ, അല്ലേ. അപ്പം നെഗറ്റീവ് മാർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ, എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. അപ്പോൾ നമ്മളത് അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു 65-75 റേഞ്ചിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇരട്ടി സന്തോഷത്തോടു കൂടി തന്നെ പഠിക്കാൻ തുടങ്ങിക്കോളൂ. പക്ഷേ ഒരു മാർക്ക് അല്ലെങ്കിൽ കട്ട് ഓഫ് എന്നത് ഒരു പരീക്ഷയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നതല്ല. പലപ്പോഴും പല പരീക്ഷകളുടെയും അനാലിസിസ് വീഡിയോന് താഴെ എനിക്ക് 80 മാർക്കുണ്ട്, എനിക്ക് 90 മാർക്കുണ്ട്, എനിക്ക് മെയിൻസിന് പഠിക്കാമോ എന്നൊക്കെ ചോദിച്ച സംശയങ്ങളുണ്ടാവും, അല്ലേ. അതൊക്കെ കേൾക്കുമ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്നവരോടാണ് പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. പരീക്ഷകളിൽ മാറ്റം കണ്ടു തുടങ്ങിയിരിക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിൽ അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന പരീക്ഷകളായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ കുറച്ച് പ്രിലിമിനറി പരീക്ഷകൾ. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഉയരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള അഭ്യൂഹങ്ങളിൽ പെട്ട് വലയരുത്. നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന ഉത്തരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്ക് ചെയ്ത് വരുന്നു. ആ എക്സാം ഹാളിലുള്ള സ്ട്രെസ്സ് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? അശ്രദ്ധരായി പോകുന്നുണ്ട് പല കാര്യങ്ങളിലും. അപ്പോൾ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ ശ്രമിക്കണം ഇനിയെങ്കിലും. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം ഇതാണ്, കട്ട് ഓഫ് എന്ന അഭ്യൂഹങ്ങളിൽ പെട്ടുപോകരുത്. നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇനി വരുന്ന പരീക്ഷകളിലും ഇതേ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക എന്നതാണ് കട്ട് ഓഫ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല പ്രതിവിധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും ആ പരീക്ഷയുടെ ഏകദേശ കട്ട് ഓഫ് നിങ്ങൾ തന്നെ പ്രവചിക്കുകയാണ്. കമൻറ്റ് ബോക്സ് നിങ്ങൾക്കായി തുറന്നിടുകയാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് എത്രയായിരിക്കും എന്നൊന്ന് പറഞ്ഞ്